ചെന്നൈയിലൂടെ ബൈക്കിൽ അവന്റെ കൂടെ പോകുമ്പോൾ അവൾ ഹൃദയം കൂടുതൽ സന്തോഷിച്ചു. ഇതുപോലൊരു യാത്ര പ്രതീക്ഷിച്ചിരുന്നു. പരസ്പരം പ്രണയം സമ്മതിച്ചതിനു ശേഷം ഖുണ്ടൂസ് എന്നെ കെട്ടിപ്പിടി. ജോൺ വണ്ടി ഓടിക്കാനിടയിൽ പറഞ്ഞു. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, ഇതൊക്കെ സ്വപ്നമാണോ അതോ തമാശയാണോ എന്ന്. പ്രിയ പറഞ്ഞു. സ്വപ്നവുമല്ല തമാശയല്ല, ഞാനിപ്പോ നിന്നെ ഉയർക്കുയരാകെ ലവ് പண்ற. ജോൺ അവളെ തലയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്കെന്തോ ആഗ്രഹമുണ്ടെന്നറിയോ നിങ്ങളുടെ കൂടെ? പ്രിയ ചോദിച്ചു. പറ കേൾക്കട്ടെ, നിന്റെ ആഗ്രഹം. ജോൺ പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, പറയുന്നേ നല്ലത്, അതൊക്കെ ചെയ്ത് കാട്ടുന്നതാണ്, പ്രിയ പറഞ്ഞു. അപ്പോഴേക്കും അവിടെ ഹോസ്റ്റലെത്തിയിരുന്നു. ഇറങ്ങിപ്പോകുന്ന പ്രിയയുടെ കയ്യിൽ പിടിച്ചു നിർത്തി. നമ്മളിപ്പോ കപ്പിൾസ് ആണ്, ഇങ്ങനെ അങ്ങ് തുള്ളിച്ചാടി പോവാണോ? എനിക്കൊന്നുമില്ലേ, അവൻ പുരികമുയർത്തി ചോദിച്ചു. പിന്നെ എങ്ങനെ പോണം? പ്രിയ രണ്ട് കൈയും മാറിൽ കെട്ടി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒരു കിസ് തന്നാൽ നന്നായിരിക്കും, അവൻ പറഞ്ഞു. അയ്യടാ, എന്റെ പട്ടി വരും, പ്രിയ പറഞ്ഞിട്ട് പോകാൻ നിന്നതും അവൻ അവളെ ഇടുപ്പിൽ പിടിച്ച് അവന്റെ നേരെ നിർത്തി. വേണ്ടാട്ടോ, പബ്ലിക് പ്ലേസ് ആണ്, ആരെങ്കിലും കണ്ടാൽ അത് മതി, പ്രിയ പറഞ്ഞു. പിന്നെ ഇത് എന്റെ നാടാണ്, ഇവിടെയുള്ള നാട്ടുകാർ ഒതുക്കാൻ എനിക്കല്ല. പിന്നെ കോളേജ് മൊത്തം അറിയാലോ, നീ ഇനി മുതൽ ജോണിന്റെ പൊണ്ടാട്ടിയാണെന്ന് അവൻ കണ്ണിറക്കി പറഞ്ഞു. എന്തോ അത് കേട്ടപ്പോൾ അവളുടെ കവിളുകൾ ചുവന്ന കവിളിലായി അവനൊരു ചുംബനം ചാത്തി. പ്രിയ കണ്ണടച്ച് സ്വീകരിച്ചു. പൊയ്ക്കോ, രാത്രി ഫോൺ വിളിക്കാം, ജോൺ പറഞ്ഞു. പ്രിയ തലയാട്ടിക്കൊണ്ട് ഹോസ്റ്റലിലേക്ക് കയറി. പിറ്റേ ദിവസം കോളേജിൽ രഘുവും റിയയും എല്ലാം പ്രിയയുടെ വാക്കുകൾ സന്തോഷത്തോടെ കേട്ടിരിക്കുകയാണ്. ട്രീറ്റ് വേണം പ്രിയ, അല്ലാതെ നിന്നെ വിടില്ല, രഘു പറഞ്ഞു. അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രിയ അവരെ കുട്ടി ക്യാൻറ്റീനിൽ ഉച്ചയ്ക്ക് ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുമ്പോഴാണ് ജോൺ അവിടെ അടുത്തേക്ക് വന്നത്. എന്താ ഇവിടെ വലിയ പാർട്ടിയാണെന്ന് തോന്നും, ജോൺ അവിടെ അടുത്തുള്ള കസേര വലിച്ചിട്ട് പറഞ്ഞു. ആരൊക്കെ തമ്മിൽ പ്രണയിച്ചുവെന്നും ആരാ ഞങ്ങളെ പ്രിയയുടെ മുന്നിൽ മുട്ടുമടക്കിയെന്ന് നമുക്ക് കേട്ടു, പ്രിയ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മുട്ടുമടക്കിയതും തോറ്റതും ഞാൻ തന്നെയാണ്, ജോൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ തോളിൽ കൈയിട്ടു. കൈയെടുത്തേ, ആരെങ്കിലും കാണും. വേഗം കൈ തട്ടിക്കൊണ്ട് അവനിരുന്ന മകളും കാണിച്ചടുത്ത കസേരയിൽ പോയിരുന്നു. അവളുടെ ഈ നാണം പോകാൻ ഞാൻ എന്ത് ചെയ്യണം രഘു, ജോൺ അവനെ നോക്കി ചോദിച്ചു. അന്നെല്ലാം പാത്ത സേ, രഘു കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പ്രിയയാണെങ്കിൽ മൊത്തത്തിൽ നാണിച്ച് ചുവന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം ജോണിന്റെ നോട്ടം അവളിലാണ്, അവളെ വശം കെട്ടുന്ന ഒരു നോട്ടം. ഭക്ഷണം കഴിച്ച ശേഷം അവൻ അവളെ നേരെ പറഞ്ഞു. പ്രിയ, കോളേജ് കഴിഞ്ഞ് ഒരു 1 hour എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. കബഡി പ്രാക്ടീസ് കഴിഞ്ഞാൽ ഞാൻ വരാം, ജോൺ പറഞ്ഞു. പ്രിയ വേഗം തലയാട്ടി. വാഗമരത്തിന്റെ ചോട്ടിലിരിക്കുകയാണ് പ്രിയ. ഒപ്പം തന്നെ ഷോർട്ട്സും ബനിയനും കൊണ്ട് വിയർത്ത് കുളിച്ചിട്ട് അവനും ഇരിക്കുന്നുണ്ട്. എനിക്കറിയാം നീ എന്നെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈം എടുക്കുമെന്നൊക്കെ. പിന്നെ നിനക്കറിയാലോ ഈ മാച്ച് എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത മാസമുള്ള ടൂർണമെന്റിൽ എനിക്ക് ചെയ്യണം. റിച്ചാർഡായിട്ട് എനിക്ക് പ്രശ്നമില്ല, ഇതൊരു ഫ്രണ്ട്ലി മാച്ച് തന്നെയാണ്. അതോർത്ത് നീ ഇനി ടെൻഷൻ വേണ്ട. ഇതിന്റെ അവസാനത്തെ സെമിസ്റ്ററാണ്, എക്സാം നന്നായി പ്രിപ്പയർ ചെയ്യണം. വേഗം തന്നെ എങ്ങനെയെങ്കിലും ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി ജോലി നേടണം. ഇതിന്റെ ഇടയിൽ എനിക്ക് ചിലപ്പോൾ നിന്നെ കൂടുതൽ പ്രണയിക്കാൻ കൊഞ്ചിക്കുഴയാനൊന്നും നടക്കില്ല, ജോൺ പറഞ്ഞു. പ്രിയ അവനെ തന്നെ നോക്കി നിന്നും. ഒരു വാക്ക് തരാം, ജോൺ ഒരാളെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് പ്രിയെ മാത്രമായിരിക്കും. നീ നന്നായി പഠിക്കണം. മറ്റുള്ള കപ്പിൾസ് പോലെ എനിക്ക് നിന്നെ പിന്നാലെ നടക്കാൻ ഇനി സമയമില്ല. ഇനി ഒരു 6 മാസം മാത്രമേ ഞാൻ നിന്റെ കൂടെ കോളേജിലുണ്ടാവുള്ളൂ. നിനക്കിനിയും MBBA തീരാൻ സമയമുണ്ട്, അതിനൊക്കെ നീ ഇപ്പോഴേ പ്രിപ്പയർ ആവണം, ജോൺ പറഞ്ഞു. സത്യം പറഞ്ഞ ജോണേട്ടൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ സീനിയർ ജൂനിയർ എണ്ണക്കാരൻ തന്നെ എനിക്ക് ഓർമ്മ വന്നേ. ശരിക്കും എനിക്ക് വിഷമം തോന്നുന്നു. ഈ 6 മാസം കഴിഞ്ഞ് ഞാൻ എങ്ങനെ കാണും, പ്രിയക്ക് അറിയാൻ തുടങ്ങി. ഇതാണ് നിന്റെ പ്രശ്നം. ഞാനിപ്പോ തന്നെ പോയോ? ഇനി സമയമില്ലേ. നിന്റെ കാതുചേട്ടൻ എന്നെ അംഗീകരിക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ജോലി വേണം. വെറുതെ വന്ന് നിന്നെ കല്യാണം കഴിക്കാനും ഒളിച്ചോടി കൊണ്ടുപോകാനൊന്നും എനിക്ക് വയ്യ. അതിനുള്ള യോഗ്യത എനിക്കില്ല. ആദ്യം ഞാൻ സ്റ്റേബിൾ ആവട്ടെ, നീയും പഠിക്കുക. ഏതിൻ്റെയും നമുക്ക് പ്രേമിക്കാം, പക്ഷെ ഒരിക്കലും നമ്മുടെ ലക്ഷ്യങ്ങളെ മറന്നുകൊണ്ടാവരുത്. ഞാൻ കാണും നിന്റെ പഠിത്തം മോശമാവാനോ എന്റെ പഠിത്തം മോശമാവാനോ പാടില്ല, ജോൺ പറഞ്ഞു. പ്രിയ കരഞ്ഞുകൊണ്ട് തലയാട്ടി. ശരി എന്നാ പൊയ്ക്കോ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് പതുക്കെ വീട്ടിൽ പോകുന്നുള്ളൂ. ചെക്കന്മാരുടെ കൂടെ ഒരു പാർട്ടിയുണ്ട്, ജോൺ പറഞ്ഞു. പോകാൻ നിന്നതും പ്രിയ മുറുക്കെ കെട്ടിപ്പിടിച്ചു. എടി, ഞാനാകെ വിയർത്തിരിക്കുക, ജോൺ അവളെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പ്രിയ ഒന്നുകൂടി അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. അവന്റെ കഴുത്തിലായി ചുംബിച്ചു. ജോൺ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവനതിൽ ലയിച്ചു പോയി. എനിക്ക് എന്ത് ഇഷ്ടമാണ് നിങ്ങളെ. ജോണേട്ടന്റെ കുറുമ്പ് വർത്തമാനവും ഇതുപോലുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നിന്നോട് പ്രണയം കൂടി പോവാം. എനിക്ക് കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും ഒക്കെ തോന്നി. എന്ത് ചെയ്യും, നിങ്ങൾ പോവില്ലേ? 6 മാസം കഴിഞ്ഞ് പ്രിയക്ക് അറിയാൻ തുടങ്ങി. ഈ തോന്നലൊക്കെ എനിക്കും ഉണ്ടാവില്ലേ പ്രിയ? എന്നിട്ട് ഞാൻ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിൽക്കുന്നില്ലേ?
ഇപ്പോൾ എനിക്ക് നിന്നെ കെട്ടിപ്പിടിക്കാൻ തോന്നും, വേറെ പലതും ചെയ്യാൻ തോന്നുമുണ്ട്. പക്ഷെ ഞാനത് ചെയ്യില്ല. ഇനിയും നിന്റെ പപ്പയുടെയും മമ്മിയുടെയും മുമ്പിൽ മോശക്കാരനാവാൻ എനിക്ക് വയ്യ. നീ നന്നായി പഠിക്കണം, ഞാനും പഠിക്കും. നമ്മുടെ പ്രണയം ഒരിക്കലും നമ്മുടെ ഭാവി ബാധിക്കരുത്. ഈ ഒരു വാശിയിൽ നമുക്ക് മുന്നേറാം. നിന്നെ ഞാൻ തന്നെ കല്യാണം കഴിക്കും. ഗുണ്ടുമണി അവളുടെ എഴുപ്പിൽ പിച്ചിക്കൊണ്ട് പറഞ്ഞു. അവൻ വേദനിച്ചു. പ്രിയ ചുണ്ടു കുറിപ്പിച്ചു പറഞ്ഞു, സാരില്ല മോൾ വയ്ക്കോ, ഞാൻ പിന്നെ വിളിക്കാം രാത്രി. ജോൺ കൊഞ്ചിക്കൊണ്ട് അവളുടെ തലയിൽ തലോടി പറഞ്ഞു. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുപോയി. വളരെ പെട്ടെന്നായിരുന്നു ജോണുമായിട്ടുള്ള അവളെ കോളേജ് ബന്ധം അവസാനിച്ചത്. ജോൺ പ്ലേസ്മെന്റിൽ തന്നെ ഒറീസയിലുള്ള ഒരു കമ്പനിയിൽ ഉടനെ ജോലിയിൽ പ്രവേശിച്ചു. പ്രിയ അവളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അവരുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള പ്രണയം അല്ലെങ്കിൽ കാതൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായി മാറി. ജോൺ ഇപ്പോഴും അവൾക്ക് അൺറൊമാൻറ്റിക് മൂരാഴ്ചയാണ്. അവളുടെ പ്രണയം അവളുടെ ഭാവിക്ക് വേണ്ടി തന്നെ മനസ്സിൽ ഒതുക്കിക്കൂട്ടുന്ന, അനാവശ്യമായി അവളെ പുന്നാരിക്കാനും കൊഞ്ചിക്കുഴയാനും പോകാത്ത ജോൺ വല്ലപ്പോഴും കിട്ടുന്ന അവധിയിൽ ചെന്നൈയിൽ വരുമ്പോഴെല്ലാം അവൻ അവളെ കാണാൻ വന്നിരുന്നു. മറീന ബീച്ചിലും ബേസന്ത് ബീച്ചിലും ഫുഡ് കോർട്ടിലുമെല്ലാം കൊണ്ടുപോയി അവളെ സന്തോഷിപ്പിക്കുന്നതായി മാറി അവന്റെ പ്രണയം. ഇതിനിടയിൽ ചിലപ്പോഴൊക്കെ അവളിന്ന് ചുംബിക്കാനും ചേർത്ത് പിടിക്കാനും അവൻ ശ്രമിക്കും. പ്രിയോ ഒട്ടും താല്പര്യമില്ലാത്ത പോലെ ജാടയും കാട്ടും. അങ്ങനെ പ്രിയയുടെ കോളേജ് ജീവിതം അവസാനിച്ചിരിക്കുന്നു. അവസാനമായി ഹോസ്റ്റലിൽ നിന്ന് ലഗേജ് എടുത്ത് പോകുന്ന മുൻപ് ഒരിക്കൽ കൂടി പ്രിയ ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക് നടന്നു. അവിടെ വെച്ചാണ് ആദ്യമായി ജോണേട്ടനുമായി കൂട്ടിമുട്ടിയതും കുറുമ്പ് കാണിച്ചതുമെല്ലാം. അവളുടെ കണ്ണും നിറഞ്ഞുപോയി. എല്ലാം ഓർത്തപ്പോൾ അവന്റെ ഷെൽഫിൽ ഇപ്പോൾ കുറെ ആരുടെയാണ്. വിഷമം തോന്നിയതും അവനെ വിളിച്ചു. വീഡിയോ കോൾ ചെയ്ത് ചുറ്റും കാണിച്ചു കൊടുത്തു. എന്തോ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. റിയാൻ രാഗ അവളെ കൂടെ ഒരു സെൽഫി കൂടി എടുത്തു. അവളെ എറണാകുളത്തേക്കുള്ള ട്രെയിനിൽ കയറ്റി. വീടെത്തിയിരിക്കുന്നു. അച്ഛനും അമ്മയും കാർത്തിയേട്ടനും പതിവിലും അധികം സ്നേഹപ്രകടനം കാണിക്കുന്നുണ്ട്. ഞാനിവിടെ എന്റെ തമിഴിനെ മിസ് അടിച്ചിരിക്കുകയാണ്. എന്നിവർക്കറിയില്ലല്ലോ. കണ്ടിട്ടിപ്പോൾ ഏകദേശം 6 മാസമായി. ജോലി തിരക്കാണ് എന്ന് ജോണേട്ടൻ പറഞ്ഞത്. പക്ഷെ എത്ര തിരക്കാണെങ്കിലും ഫോൺ എടുക്കും. അവൾക്ക് അവനൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നിപ്പോയി. രാത്രി കിടക്കുമ്പോൾ അവന്റെ ഫോട്ടോ എടുത്ത് നോക്കും. വെറുതെ കണ്ണ് നിറയും. കാർത്തിയേട്ടൻ ഇപ്പോൾ കൂടുതൽ ഗൗരവത്തിലാണ്. തന്റെ വിവാഹകാര്യം അച്ഛനോട് സൂചിപ്പിക്കുന്നുമുണ്ട്. ആളുടെ ഒരു കൂട്ടുകാരന് എന്നെ ഇഷ്ടമായി പോലും. ഏതോ കൊമ്പത്തിലെ നായർ ചക്കനാണ് പോലും. പ്രിയെല്ലാം വിളിച്ച് ജോണോട് പറയും. അവൻ പുഞ്ചിരിക്കും. ഭയപ്പെട വേണ നായർക്ക്. അവനത് പറഞ്ഞാൽ പിന്നെ മനസ്സിനൊരു സുഖമാണ്. പക്ഷെ കാര്യങ്ങൾ കൂടുതൽ വഷളായിപ്പോയി. അവളെ പെണ്ണ് കണ്ടാൽ ചടങ്ങ് കൂടി കഴിഞ്ഞു എന്നറിഞ്ഞതും പ്രിയ ജോണിന് സമാധാനം കൊടുത്തിട്ടില്ല. എന്നും അവളെ കരച്ചിലായിരുന്നു. രതീഷും പത്മയും ഞെട്ടിലോടെ നിൽക്കുകയാണ്. ദേഷ്യത്തിൽ വെറുപ്പോടെ നിൽക്കുകയാണ് കാർത്തിക്. വർഷങ്ങൾക്ക് ശേഷം ഇതാ തന്റെ പഴയ കുടുംബ സുഹൃത്തുക്കളായ ഡൊമിനിക്കും ഭാര്യ മേരിയും അവരുടെ മകൻ ജോണും. ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണ് രതീഷ്. എന്റെ മകൻ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, അവർ തമ്മിൽ വിവാഹം കഴിപ്പിച്ചുകൂടെ? ഡൊമിനിക്ക് പറഞ്ഞു. ഉറപ്പായിട്ടും പറ്റില്ല. എന്റെ അനിയത്തെ തമിഴ്നാട്ടിലേക്ക് കെട്ടിച്ചിടാൻ ഒരു പ്ലാനുമില്ല. നല്ല രീതിയിൽ പാരമ്പര്യവും തറവാട് മഹിമയുമുള്ള ചെറുക്കനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കാർത്തിക്കിടയിൽ കയറി പറഞ്ഞു. കാർത്തി നീ മിണ്ടാതിരിക്കെ, രതീഷ് പറഞ്ഞു. ഒരു വിവാഹം ഏകദേശം ഉറപ്പിച്ചതുപോലെയാണ്. ഏറ്റവും നല്ലൊരു ബന്ധം തന്നെയാണത്. നമ്മൾ തമ്മിൽ കുട്ടികളുടെ പേരിൽ അന്ന് തെറ്റിപ്പിരിഞ്ഞു പോയതാണ്. അറിവില്ലാത്ത പ്രായമാണെങ്കിൽ പോലും എന്റെ മകനോട് നിന്റെ മകൻ ചെയ്ത് എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല, രതീഷ് മാന്യമായി തന്നെ പറഞ്ഞു. ഇത് കേട്ട് ഡൊമിനിക്ക് തല താഴ്ത്തി. അയാൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ജോണും കണ്ണും നിറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അവൾക്ക് മാത്രം അറിയുന്ന സത്യം. പക്ഷെ മേരി അടങ്ങിയില്ല. അവിടെ ഉള്ളിൽ ഒതുക്കി വെച്ച അമർഷം അവർ പുറത്തേക്കെടുത്തു. എന്റെ മകൻ നിങ്ങളെ മകളൊരു സഹോദരിയെ പോലെ കണ്ടിട്ടുള്ളൂ. തെറ്റേ രീതിയിൽ അവനെ നോക്കിയതും പെരുമാറിയതുമെല്ലാം ഇവളാണ്. പ്രിയൊറ്റതി. ഇവളെ കാണും എന്റെ മകൻ ഡിപ്രഷനായി. ഞാനടക്കം ഇവനെ തള്ളി പറഞ്ഞു. ഇന്നിതാ വീണ്ടും ഇവൻ ഘോഷിക്കുന്നു. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? ചോദിക്കുവളോട്. എല്ലാരും ഞെട്ടിപ്പോയത്. ജോണും അമ്മ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ദേഷ്യത്തിൽ രതീഷ് എഴുന്നേറ്റ് നിന്നും. സത്യാണോ പ്രിയ? ഒരു അലറിലായിരുന്നു അത്. അതെ, ഞാനാണെല്ലാം ചെയ്തത്. അന്ന് എനിക്ക് പേടി. ബാക്കി പറയാൻ വരുന്ന മുൻപ് രതീഷ് അവളുടെ മുഖത്ത് നോക്കി ഒരെണ്ണം കൊടുത്തു. കാർത്തി ഞെട്ടിലൂടെ അത് നോക്കിയെന്നും. എന്തൊക്കെ പറഞ്ഞാലും പ്രിയ ആരും തന്നത് അവന് ഇഷ്ടമല്ല. നിന്നെ ഞാൻ പഠിപ്പിക്കാനാണോടി വിട്ടത്? അതാ ഇതുപോലെ വേണ്ടത്ര ചെയ്യാനോ? ഇതിനാണോ വളർത്തിയത്? ദേഷ്യത്തിൽ അലറിക്കൊണ്ട് രതീഷ് വീണ്ടും തല്ലാനായി പോയത് കണ്ട് ജോൺ അയാളുടെ കയ്യിൽ പിടിച്ചു തടഞ്ഞു. പത്മ കരഞ്ഞോടെ നിൽക്കുകയാണ്. കാർത്തി ഞെട്ടലും പ്രിയ വിങ്ങിപ്പൊട്ടി നിൽക്കുന്നു. ആദ്യം നിങ്ങൾ തല്ലിയത് ഒരു അച്ഛൻ എന്ന വികാരത്തിലാണ്. ഇത്രയും കാലം നിങ്ങളെ പറ്റിച്ചതിന് അതെനിക്ക് മനസ്സിലാകും. ഇനി അവളെ തല്ലരുത്. എനിക്കിഷ്ടമാണ് അവളെ. അവളെ പൊന്നുപോലെ നോക്കും ഞാൻ. അവളെ മാത്രം കുറ്റക്കാരിയാക്കരുത് പ്ലീസ് അച്ഛ, അവൻ പറഞ്ഞു. അയാൾ ദേഷ്യത്തിൽ അവനെ നോക്കി കൈ കുടഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് കയറി.
കാർത്തിക് അവന് നേർക്ക് നിന്നും. എന്റെ അനിയത്തിയെ അണ്ണന്മാർക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഒരു ഉദ്ദേശവുമില്ല, പൊയ്ക്കോ, അവൻ പറഞ്ഞു. ജോൺ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അവളെ കവളിൽ പിടിച്ചു. പ്രിയ അവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കെട്ടിപ്പിടിച്ച കാരണം ഇതെല്ലാം പ്രതീക്ഷിച്ചതല്ലേ, സാരില്ല പോട്ടെ, നിന്നെ ഞാനേ കെട്ടുന്നുള്ളു കൊണ്ടു, അവൻ ചെവിയിൽ പറഞ്ഞിട്ട് നെറ്റിയിൽ മുതി. അവന്റെ പ്രിയപ്പെട്ട പത്മാന്റെ അടുത്ത് ചെന്നു. അവർക്ക് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥ. അത്രയ്ക്കിഷ്ടമായിരുന്നു ജോണിനെ. എന്റെ അമ്മയെപ്പോലെ ആന്റി നിങ്ങൾ, എനിക്ക് തന്നെ ഇവിടെ തന്നെ. അവളുടെ കയ്യിൽ പിടിച്ചവൻ പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞുപോയി. കാർത്തി വേഗം അവന്റെ കൈ തട്ടിത്തെറിപ്പിച്ചു. മതി നാടകം, ഞാനും അച്ഛനും കൂടി തീരുമാനിക്കുമില്ല. എന്റെ പെങ്ങളായി നിങ്ങൾക്കിനി ഒരു ബന്ധവുമില്ല, അവൻ പറഞ്ഞു. ജോൺ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നാലെ അവന്റെ അച്ഛനും അമ്മയും എല്ലാവരുടെയും മനസ്സാക്കി കലങ്ങി മറിഞ്ഞുപോയി. ജോൺ തിരിച്ച് ചെന്നൈയിലെത്തിയിരുന്നു. 2-3 ദിവസങ്ങളായി കോണ്ടാക്ട് ഒന്നുമില്ല. അവൻ അവളെയും അവൾ അവനെയും വിളിച്ചില്ല. പ്രിയയുടെ വീട്ടിലും ആർക്കും മിണ്ടാട്ടില്ല. രാത്രി അവന്റെ കൂടെയുള്ള ഫോട്ടോ നോക്കി കിടക്കുന്നതാണ് പ്രിയ. അവൻ തന്നെ വിളിക്കാത്തതിൽ ഒരുപാട് വിഷമവും ദേഷ്യവും ഉണ്ട് അവൾക്ക്. പെട്ടെന്നാണ് ഫോൺ കോൾ വന്നത്. ഹലോ, വിറയിലൂടെ പറഞ്ഞു പ്രിയ. തങ്കമേ, നീട്ടൊരു വിളിയായിരുന്നു ജോൺ. പോടാ, പ്രിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നേലെ കോപമാ, അവൻ ചോദിച്ചു. എന്നെ വിളിച്ചോ, ഒന്ന് സംസാരിക്കാൻ പോലും തോന്നിയില്ലല്ലോ. കരയാൻ തുടങ്ങി പെണ്ണ്. നിന്റെ ചേട്ടൻ കുറച്ച് തിരക്കിലായിരുന്നു, നമ്മുടെ കാര്യം ശരിയാക്കണ്ട പെണ്ണെ, അവൻ ചോദിച്ചു. ഐ മിസ് യു, കണ്ണ് തുളച്ചുകൊണ്ട് പറഞ്ഞോള്. എനിക്കിതൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? മിസ് യു കൊണ്ടുമോർ, ജോൺ പറഞ്ഞു. നമ്മളെ എന്താ അവർ മനസ്സിലാക്കാതെ? ആന്റിക്ക് എന്നോട് ദേഷ്യമാണോ? ഇവർ ആരും എന്നോട് മിണ്ടുന്നില്ല. ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു. പ്രിയ വീണ്ടും കരയാൻ തുടങ്ങി. നിന്നെ വീണ്ടും തല്ലിയോ, അവൻ ചോദിച്ചു. കയ്യിലായുള്ള ബെൽറ്റ് പാട് നോക്കി പറഞ്ഞോള്. യാർ കാർത്തിയോ, ദേഷ്യത്തിൽ ചോദിച്ചു അവൻ. അല്ല അച്ഛൻ, സാരില്ല, ഇനിയും നിനക്ക് വെറുതെ കിട്ടാനുണ്ട്. അതിനു മുൻപ് നമുക്ക് അവിടുന്ന് ചാടാം, അവൻ പറഞ്ഞു. എന്ത്, പ്രിയ ചോദിച്ചു. കൊഞ്ചം ബാൽക്കണി പക്കത്തിലെ വാ, അവൻ പറഞ്ഞു. പ്രിയ വേഗം ബാൽക്കണി തുറന്നു നോക്കി. ഇതാ സ്ട്രീറ്റ് ലൈറ്റിൽ താഴെ ബൈക്കിൽ ചാരി നിൽക്കുന്ന ജോൺ. അവളെ നോക്കി അവൻ കൈ ഉയർത്തി. പ്രിയ പൊട്ടിക്കരഞ്ഞു പോയി. കരയില്ല പെണെ, അവൻ പറഞ്ഞു. എന്റെ അടുത്ത് വാ പ്ലീസ്, പ്രിയ പറഞ്ഞു. നിന്റെ അടുത്ത് വരാനല്ല, നിന്നെ തൂക്കി കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത്. മോൾ പതുക്കെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വാ, ജോൺ പറഞ്ഞു. ഇപ്പോഴോ, പ്രിയ ഞെട്ടലോട് ചോദിച്ചു. ഇപ്പൊ തന്നെ, അവൻ പറഞ്ഞു. പ്രിയ വേഗം തന്നെ അടുക്കള തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. വീടിന്റെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഹൃദയം വേഗത്തിൽ മിടിച്ചു. സമയം രാത്രി 2 മണി കഴിഞ്ഞിരുന്നു. ചുറ്റും ഒരു ശബ്ദം പോലുമില്ല. പ്രിയ വേഗം അവനെ കെട്ടിപ്പിടിച്ചു. അവനും. ഇത് താൻ മിസ് പണേ, അവളെ മുറത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. എന്നിട്ട് പോവോ ഇനി, പ്രിയ ചോദിച്ചു. ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ വാ. ഈ ഡ്രസ്സോട് കൂടി വാ, ഒന്നും എടുക്കണ്ട. 4 മണിക്കുള്ള ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ചെന്നൈ ഉച്ചയ്ക്കെത്തും. ഉച്ചയ്ക്ക് തന്നെ രജിസ്റ്റർ മാരേജ്. അപ്പോഴേക്കും നിന്റെ അച്ഛനും പോലീസും അവിടെ എത്തും. ബട്ട് നമ്മൾ സേഫ് ആയിരിക്കും. എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വന്നേ. നിന്റെ ഫ്രണ്ട് ഗുറിയ എല്ലാരും ചെന്നൈയിലുണ്ട്, ജോൺ അവളെ നോക്കി പറഞ്ഞു. പക്ഷേ ഡൊമിനിക് അങ്കിൾ, മരിയാൻഡി അവർ സമ്മതിക്കില്ല, പ്രിയ പറഞ്ഞു. ജോൺ പൊട്ടിച്ചിരിച്ചു. അപ്പതാ കേരള ടിക്കറ്റ് എടുത്ത് തന്നത്. എന്റെ വീട്ടിൽ സീനൊന്നുമില്ല. നിന്റെ വീട്ടിൽ എന്തായാലും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മര്യാദയ്ക്ക് പറഞ്ഞപ്പോ വലിയ ഷോ. ഇനി കാത്തിരുന്ന് കോമാളിയാവാം എനിക്ക് താല്പര്യമില്ല. ഞാൻ നിന്റെ പക്കത്തിലില്ല. വി ആർ ഇൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആകും. നിന്റെ ചേട്ടൻ, അവനെയാണ് എനിക്ക് പേടി, ജോൺ പറഞ്ഞു. അപ്പോ ഇപ്പൊ ഒളിച്ചോടി പോവാനാണോ? അപ്പോ എന്റെ ഫാമിലി, പ്രിയ ചോദിച്ചു. ജോൺ 2 കൈയും മാറിൽ കെട്ടി അവളെ നോക്കി. നിനക്ക് വേണ്ടി ഇത്ര കിലോമീറ്റർ ട്രെയിൻ ബുക്ക് ചെയ്തു വന്നത് എനിക്ക് വട്ടായിട്ടാണോ പ്രിയ? ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ ഞാൻ എത്ര സമയമെടുത്തു? എന്റെ നാട്ടിലെ പോലീസ് അടുത്ത് വരെ ഞാൻ എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് എഴുതി കൊടുത്തിട്ടാണ് പോകുന്നത്. നിന്നിവിടുന്ന് കൊണ്ടുപോകുമ്പോൾ എനിക്കാണ് കേസ് വരുന്നത്. വി ആർ അഡൽട്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, ജോൺ പറഞ്ഞു. ബട്ട് എന്റെ പേരൻസ്, പ്രിയക്ക് അറിയുന്ന പോലെ നിന്നു. 2 പേരെയും ഒരുപോലെ വേണമെങ്കിൽ അത് നടക്കില്ല പ്രിയ. അവർക്കൊട്ടും താല്പര്യമില്ല. നീ കണ്ടതല്ലേ എന്നെയും എന്റെ ഫാമിലിയും അവർ ഇൻസൾട്ട് ചെയ്തത്. നിന്റെ ഏട്ടൻ എന്നോടുള്ള വാശിയിൽ നിന്നെ ബലം പ്രയോഗിക്കും. വേറെ ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ആൺകുട്ടിയാണെന്ന് പറഞ്ഞ് മീശ വെച്ച് നടക്കുന്നതിൽ എന്താ കാര്യം? എന്റെ നല്ല പ്രായം, അവിടെ മനസ്സ് മാറുമെന്ന് കരുതി കാത്തിരിക്കാനും ഞാൻ തയ്യാറല്ല. നിനക്ക് ചൂസ് ചെയ്യാം, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവർ, ജോൺ പറഞ്ഞു. പ്രിയ പൊട്ടിക്കരഞ്ഞു. അവൻ അവളെ കെട്ടിപ്പിടിച്ചു. ഗുണ്ടു, ഞാൻ നിന്നോട് ഇവരെ ഉപേക്ഷിക്കാനൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഒരു രജിസ്റ്റർ മാരേജ്. എനിക്ക് നീ എന്റെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒരു രേഖ. ഇത് ഇത്ര പെട്ടെന്ന് റെഡിയാക്കിയതൊന്നുമല്ല. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി ആദ്യമേ ചെയ്തിരുന്നു. എനിക്കറിയാം ഇതാ നടക്കാൻ പോകുന്നതെന്ന്. നമ്മുടെ അച്ഛനും അമ്മയും അല്ലേ നമ്മളോട് ക്ഷമിക്കും. നമുക്ക് ഇവരോട് കാൽ വീണ് മാപ്പ് പറയാം. കുറച്ച് പൊട്ടലും ചിക്കലും കഴിഞ്ഞ്
നമ്മളോട് മിണ്ടിക്കോളും, അവൻ പറഞ്ഞു. ഉറപ്പാണോ? പ്രിയ ചോദിച്ചു. ഉറപ്പ്, അവൻ പറഞ്ഞു. എന്നാൽ പോകാം, പ്രിയയും പറഞ്ഞു. അവൻ ചിരിച്ചുകൊണ്ട് ബൈക്ക് എടുത്തു. പുറകിലായി അവളും. ബൈക്കിലിരിക്കുമ്പോഴും പ്രിയ അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വീട്ടുകാരെ ധിക്കരിച്ചുകൊണ്ട് ഇങ്ങനൊരു ഒളിച്ചോട്ടം സ്വപ്നത്തെ പോലും കരുതിയില്ല. പക്ഷെ ജോണേട്ടനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. ഒരു പ്രായത്തിൽ താൻ കാണും നാണം കെട്ടവനാണ് ജോണേട്ടൻ. തന്റെ ഏട്ടൻ ആവശ്യത്തിലധികം നിറത്തിന്റെ പേരിലും നാടിന്റെ പേരിലും ഏട്ടനെ കളിയാക്കിയിട്ടുണ്ട്. ഇനി അതിന് താനായി ഒരു വഴി കൊടുക്കരുത്. വിവാഹം കഴിഞ്ഞാൽ ഒരു പക്ഷേ കുറച്ചുകാലം കഴിഞ്ഞ് ക്ഷമിക്കുമായിരിക്കും എന്ന് യോജിച്ചിരിക്കെ ഗുണ്ടുപണി. എന്റെ ഷർട്ട് മുഴുവൻ നനയുമല്ലോ. ജോൺ തന്റെ കൈ പുറകിലേക്കാക്കി അവളെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് വിഷമമാവുന്നു, പ്രിയ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇനി കറണ്ട് മോങ്ങിന് കാര്യമില്ലാട്ടോ പ്രിയമോളെ. തീരുമാനമെടുത്ത പോലെ ഇരിക്കണം, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ പിന്നെ കരച്ചിലൊതുക്കി. റെയിൽവേ സ്റ്റേഷനിലെത്തിയതും ജോണിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന നാട്ടിലെ ഒരു ഫ്രണ്ട് വന്നിരുന്നു. അയാളുടെ ബൈക്കാണ് അവൻ വന്നത്. അയാൾക്ക് തിരിച്ച് ബൈക്കിന്റെ കീ കൊടുത്ത് ടിക്കറ്റ് വാങ്ങിയവൻ അവളെ നോക്കി എന്തോ സംസാരിച്ചു. ഓൾ ദ ബെസ്റ്റ്, അവളുടെ അടുത്തേക്ക് ആ കൂട്ടുകാരൻ നടന്നു വന്നുകൊണ്ട് പറഞ്ഞു. കഷ്ടപ്പെട്ടൊരു പുഞ്ചിരി വരുത്തി പ്രിയ. ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണ് സീറ്റ്. ആളുകൾ ഇപ്പോൾ കിടക്കുകയാണ്. ലോ ബെർത്തുള്ള 2 സീറ്റാണ് അവൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. കിടക്ക്. അവൾക്ക് നേരെയുള്ള ബെർത്ത് കയറി കിടന്നുകൊണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞു. ഉറക്കമേ വന്നില്ല. അവനെ നോക്കി തന്നെ കിടന്നു. ജോൺ കാര്യമായി ഫോണിൽ ആർക്കും മെസ്സേജ് അയച്ച് കാലം പൊക്കി കിടക്കുകയാണ്. ട്രെയിൻ നീങ്ങി തുടങ്ങി. ചെറിയ പുറത്തെ സ്ട്രീറ്റ് ലാമ്പ് ലൈറ്റ് വെളിച്ചം മാത്രമാണിപ്പോൾ കമ്പാർട്ട്മെന്റ് ഉള്ളത്. ആ കാണുന്ന വെളിച്ചത്തിനിടയിലൂടെ അവൾ അവനെ തന്നെ നോക്കി. ഏതാനും മണിക്കൂർക്കുള്ളിൽ ജോണേട്ടന്റെ താലി തന്റെ കഴുത്തിലുണ്ടാകും. തന്റെ പ്രാണൻ, തന്റെ തമിഴൻ ചെറുക്കൻ. അവൾക്ക് ചിരി വന്നു. എങ്ങനെ ഇങ്ങനെ ഫോൺ തോണ്ടി കഴിക്കാൻ പറ്റുന്നേ? എന്നെ നോക്കുന്ന കൂടിയില്ല, പ്രിയ മനസ്സിൽ വിചാരിച്ചു. ജോണേട്ടാ, എന്നെ നോക്ക്. എന്താ ഇത്ര ടൈപ്പ് ചെയ്യാൻ? കുറെ നേരം ആയാലോ ഫോണിൽ, പ്രിയ പരിഭവം പറഞ്ഞു. എന്റെ പൊന്നു പ്രിയെ, നേരം വെളുത്തിട്ടില്ല. ഇപ്പോഴും ആളുകൾ ഉറങ്ങുകയാണ്. ഒരു 7 മണിയാകും എല്ലാരും എഴുന്നേൽക്കാൻ. ഒച്ച വെച്ച് ബുദ്ധിമുട്ടുണ്ടാക്കലേ. പിന്നെ നിന്നോട് ഞാൻ സംസാരിക്കേണ്ടത് ഒരു ജീവിതം മൊത്തം നിന്റെ കൂടെയല്ല ഇനി. ജോൺ അവളെ നോക്കി പറഞ്ഞു. പുഞ്ചിരിച്ചുകൊണ്ട് പ്രിയ അവന് നേരെ ഒരു കൈ നീട്ടിക്കൊണ്ട് കിടന്നു. എന്നെ പാകാതെ കിടന്ന് തൂങ്ക്, അവൻ തമിഴ് കലർന്ന സ്വരത്തിൽ പറഞ്ഞു. കൈതാ, ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നു, പ്രിയ പതുക്കെ പറഞ്ഞു. ഇന്നൊരു ദിവസം ക്ഷമിക്ക്, പിന്നെ എന്നും എന്റെ കയ്യോ കാലോ എന്ത് വേണമെങ്കിലും നീ പിടിച്ചു കിടന്നു, നോ പ്രോബ്ലം. അത് പറയുമ്പോൾ അവളെ ചുണ്ടിലൊരു കുസൃതി ഉണ്ടായിരുന്നു. ജോണേട്ടാ, നാളെ രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിടുമ്പോ എനിക്ക് സാരി വേണ്ടേ? അതിന് മാച്ചിങ് ബ്ലൗസ് വേണ്ടേ? പ്രിയ ആലോചിച്ചുകൊണ്ട് കിടന്നു. പേസുമ തൂങ്ക് പ്ലീസ്. സാരി, ബ്ലൗസ് ഇതെല്ലാമാണ് മനസ്സിൽ. നാളെ ഇതൊന്നും നടന്നു കിട്ടണമെന്നല്ല. ജോൺ കൈ കുറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു. ആലവലാതി, പ്രിയ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കിടന്നു.